നമസ്കാരം. 1-2 ദിവസമായ ഒരു വീഡിയോ ക്ലിപ്പാണിത്. നിങ്ങളിൽ പലരും ഇത് കണ്ടു കാണും. നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മുന്നിൽ വളരെ ഭവ്യതയോടെ വിനീത വിധേയനായിട്ട് നിൽക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ഒരു ദൃശ്യമാണിത്. ഇത് കണ്ടിട്ട് ചില സംഖ്യകൾ തന്നെ കോൺഗ്രസ്സിലുള്ള BJPയുടെ സ്പൈയാണ് രാഹുൽ ഗാന്ധി എന്ന തരത്തിലൊക്കെ പോസ്റ്റ് മറ്റുമൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിത്രവും ഈ ദൃശ്യമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ഇച്ഛാഭംഗവും ഏറ്റവും കൂടുതൽ നിരാശയും ഉണ്ടായത് സുഡാപ്പികൾക്കാണ്. കോൺഗ്രസ്സുകാർ പോലും വലിയ രീതിയിൽ ഇത് പ്രതികരിക്കുന്ന കണ്ടില്ല. സംഖ്യകളും മറ്റുമൊക്കെ ഇത് വെച്ചിട്ട് ട്രോളുന്നുണ്ടായിരുന്നു. പാർലമെൻറ്റിൽ കിടന്നുകൊണ്ട് പ്രധാനമന്ത്രിക്ക് എന്നെ ഭയമാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറയുകയും, എന്നാൽ പുറത്തിറങ്ങി അദ്ദേഹം ഒറ്റയ്ക്ക് നടന്ന് രാഹുൽ ഗാന്ധിയുടെ മുന്നിലേക്ക് ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ തന്നെ നോക്കുക, രാഹുൽ ഗാന്ധിയുടെ ശരീരഭാഷ തന്നെ നോക്കുക. എന്നാൽ ഒരു കമാൻഡിങ് ബോഡി ലാംഗ്വേജിലാണ് നരേന്ദ്രമോദി എന്ന് കാണാം. പിന്നിലാണ് അദ്ദേഹം കൈകെട്ടി നിൽക്കുന്നത്. രാഹുൽ ഗാന്ധിയോട് എന്തോ സംസാരിക്കുന്നുണ്ട്, അത് നമുക്കൊന്നും കേട്ടുകൂടാ. പക്ഷേ കൃത്യമായിട്ടും ആ ശരീരഭാഷ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. നരേന്ദ്രമോദിക്ക് എന്നെ പേടിയാണ് എന്നൊക്കെ പുറത്തിറങ്ങി പത്രക്കാരോട് പറയുന്ന രാഹുൽ ഗാന്ധി ഇങ്ങനെ നിന്നത് ശരിക്കും സുഡാപ്പികളെ വല്ലാതെ നിരാശരാക്കിയിട്ടുണ്ട്. പക്ഷേ അവർ ഇതിന് നിന്നങ്ങ് മെഴുകുകയാണ്, ന്യായീകരിച്ച് മെഴുകുകയാണ്. എന്താണ് ഈ ന്യായീകരിച്ച് മെഴുകുന്നത് എന്നറിയാമോ? അത് PM എന്ന സ്ഥാനത്തെ, അതായത് പ്രൈം മിനിസ്റ്റർ എന്ന സ്ഥാനത്തിനോടുള്ള കാണിക്കുന്ന ബഹുമാനമാണ്. അതങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ലാതെ ഈ സംഖ്യകൾ പറയുന്ന പോലെ ഒന്നുമല്ല എന്നൊക്കെ പറഞ്ഞ് അതിനെ അവരങ്ങ് ന്യായീകരിച്ച് വെളുപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ശരി, പ്രധാനമന്ത്രി എന്ന സ്ഥാനം, അല്ലാതെ മോദി എന്ന വ്യക്തിയല്ല, പ്രധാനമന്ത്രി എന്ന സ്ഥാനത്തെയാണ് മാനിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ഇങ്ങനെ നിന്നു എന്നാണല്ലോ നിങ്ങളുടെ വാദം. ഇനി ഞാൻ മറ്റൊരു ചിത്രം കാണിക്കാം. നോക്കൂ, ഈ കാണുന്ന ചിത്രത്തിൽ കാണുന്ന തലയെക്കെട്ട് കെട്ടിയ ഈ മനുഷ്യനും നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ PM ആയിരുന്നു, പ്രൈം മിനിസ്റ്റർ ആയിരുന്നു, പ്രധാനമന്ത്രിയായിരുന്നു. ഈ മൻമോഹൻ സിംഗ് എന്ന വ്യക്തിയെ നിങ്ങൾ വിടൂ, അദ്ദേഹം അലങ്കരിച്ചിരുന്ന സ്ഥാനം പ്രധാനമന്ത്രിയുടെ ആയിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മുന്നിൽ സോണിയാഗാന്ധിയുടെ മകനായ രാഹുൽ ഗാന്ധിയും നിൽക്കുന്നത് എങ്ങനെയാണ് എന്ന് നോക്കുക. അപ്പോൾ ഈ ശരീരഭാഷയിൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? പ്രധാനമന്ത്രി എന്ന സ്ഥാനത്തേക്ക് മൻമോഹൻ സിംഗിനെ രാഹുൽ ഗാന്ധി ഒരിക്കലും അംഗീകരിച്ചില്ല എന്നും തൻ്റെ മമ്മിയുടെ കുശിനിക്കാരനായിട്ട് മാത്രമേ ആ വ്യക്തിയെ കണ്ടിട്ടുള്ളൂ എന്നാണോ ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്? പറയൂ. അല്ലെങ്കിൽ മോദിയോടുള്ള ബഹുമാനം കൊണ്ടല്ല, ആ സ്ഥാനത്തോടുള്ള ബഹുമാനം കൊണ്ട് അങ്ങനെ നിന്നു എന്ന് പറയപ്പെടുന്ന രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് മൻമോഹൻ സിംഗിൻ്റെ മുന്നിൽ ഇങ്ങനെ നിന്നത്? ഇതിന് മാത്രം ഉത്തരം ഏതെങ്കിലും ഒരു സുഡാപ്പിക്ക് തരാൻ പറ്റുമെങ്കിൽ തരിക.